ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞിട്ടിപ്പോൾ 3 ദിവസമായി സത്യം പറഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട കാര്യം ശരിക്കില്ല. പക്ഷേ ഇട്ടിട്ട് കാര്യവുമില്ല. അതായത് കോൺട്രവേഴ്സി ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ വേൾഡ് കപ്പിൽ തിരിച്ചു കൊടുക്കാനും പോകുന്നില്ല. അതൊന്നും ചെയ്യാനൊന്നുമില്ല. അത് കഴിഞ്ഞു. സ്പെയിൻ കപ്പടിച്ചു, സമ്മതിച്ചു. അർജന്റീന തോറ്റു. നാണം കെട്ട് തോറ്റു. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും അടിക്കാൻ പറ്റാതെ ഡിഫെൻഡിങ് ചാമ്പ്യൻസായ അർജന്റീന വേൾഡ് കപ്പ് ഫൈനലിൽ 1-0 സ്പെയിനിനോട് തോറ്റു. അത് എക്സ്ട്രാ ടൈമിൻ്റെ 106 ഫെറാൻ ടോറസ് അടിച്ച ഗോളിൽ അർജന്റീനയുടെ മിസ്റ്റേക്കിൽ തന്നെ ഗോള് വീണ് അർജന്റീന തോറ്റു. പക്ഷേ മത്സരം കണ്ട ഓരോ അർജന്റീൻ ആരാധകർക്കും മനസ്സിലാകും, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ലവറിന് മനസ്സിലാകും, വേൾഡ് കപ്പ് ഫൈനലിൽ എത്തിയ അർജന്റീന ഈ ഒരു മത്സരമാണ് കാഴ്ചവെക്കുന്നതെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങളും ഉണ്ടാവാം. അതായത് ഈ മാച്ച് അർജന്റീന തോറ്റു കൊടുത്തതാവാം, അല്ലെങ്കിൽ അർജന്റീന തോൽപ്പിച്ചതും ആവാം. പക്ഷെ തോറ്റു കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അർജന്റീനക്ക് അറിയാം ഈ മത്സരം നമുക്കുള്ളതല്ല. അത് ഞാൻ ഓരോരോ റീസൺസ് പറയാട്ടോ. അതായത് സ്കലോനിയുടെ ടാറ്റിക്സ് ഇതല്ല. അർജന്റീന ഫൈനലിലെത്തി ഈ ഒരു വേൾഡ് കപ്പ് മാറ്റിയെടുത്താലും ഇതിന് മുമ്പുള്ള എല്ലാ 4 ഫൈനലിൽ അർജന്റീന കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചു വരികയാണ്. അതായത് കോപ്പ അമേരിക്ക 2021, വേൾഡ് കപ്പ് 2022, ഫൈനലിസ്റ്റ് 2022, 2024 കോപ്പ അമേരിക്ക വീണ്ടും 4 ഇന്റർനാഷണൽ ട്രോഫീസാണ് അർജന്റീന ഈ 5 കൊല്ലത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 5ാമത്തെ കൊല്ലം ഫൈനലിൽ വരുന്ന ഇത്രയും വേൾഡ് കപ്പ്, അതായത് ഇത്രയും നാഷണൽ സ്റ്റാർസും മെസ്സി അടക്കമുള്ള അർജന്റീനൻ താരങ്ങളുള്ള ഈ ടീം ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഇങ്ങനെ കളിക്കുന്നതായിരിക്കും തോന്നുന്നുണ്ടോ? അതായത് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഇല്ല. ഒരു ഷോട്ട് പോലും ആദ്യത്തെ 90 മിനിറ്റ്സിൽ ഇല്ല. ആദ്യത്തെ 90 മിനിറ്റിൽ ഒരു ഷോട്ട് പോലും ഇല്ല. സ്പെയിൻ ഒരു ഗോൾ അടിക്കുന്ന വരെ ഒരു ഷോട്ട് പോലും പോസ്റ്റിക്ക് അടിച്ചിട്ടേ ഇല്ല, പുറത്തേക്കും അടിച്ചിട്ടില്ല. അതായത് ട്രൈ പോലും നടത്തിയിട്ടില്ല. ഒരു ഡിഫെൻസീവ് മത്സരം, അതായത് അറ്റാക്കിങ് വേണ്ട. കാരണം അറ്റാക്കിങ് വന്നാൽ ജയിക്കുമെന്ന് അർജന്റീനക്ക് അറിയുന്ന പോലെ, ജയിക്കരുതെന്ന് ആരോ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഗോൾ അടിക്കരുത് ആരോ പറഞ്ഞ പോലെ, ആരോ ഭീഷണിപ്പെടുത്തിയ പോലെയാണ് ഈ ഒരു അർജന്റീനയുടെ ഫൈനല് എനിക്ക് മനസ്സിലായത്. അതായത് ഫുട്ബോൾ കാണുന്ന ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും ഇതല്ല അർജന്റീന. അതായത് തോൽവി കാണാൻ കാത്തുന്നവർക്ക് ഇത് മതി, സന്തോഷം, ഹാപ്പി, അവർ ആഘോഷിക്കട്ടെ. പക്ഷെ നിങ്ങൾ ഇത്രയും കാര്യം കാരണം അർജന്റീന ഫൈനലിൽ തോൽക്കുന്ന 106 മിനിറ്റ് 120 മിനിറ്റ് വരെ നിങ്ങൾ കാരണമില്ലേ? അർജന്റീന ഫിഫ ബോയ് റിഗഡ് ആണ്, ഫിഫ ബോയ് അതേപോലെ പെയ്ഡ് ആണ്, പ്രിൻസസ് ആണെന്ന് പറഞ്ഞ് കാരണമില്ലേ? ഇത് അതേപോലെ ഞങ്ങൾ ഫൈനലിന് ശേഷം ഞങ്ങൾ കരയാന്ന് കരുതിയാൽ മതി. പക്ഷേ സംതിങ് ഹാസ് ഹാപ്പൻഡ് ബിറ്റ്വീൻ ദം. അതായത് ടീംമേറ്റ്സ് തമ്മിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ടീംമേറ്റ്സ് തമ്മിലല്ല, അതായത് അർജന്റൈൻ ടീം അതായത് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എൻസോ ഫെർണാണ്ടസ് കരയാണ്. സാധാരണ അർജന്റീൻ ടീം പുറത്ത് വരുമ്പോൾ അവരുടെ മുഖത്തുള്ള കോൺഫിഡൻസ്, അവരുടെ ആ ഒരു അറ്റാച്ച്മെന്റ്, ബോണ്ട്, ഇതൊന്നും നമ്മൾ വേൾഡ് കപ്പ് ഫൈനലിൽ ഡ്രസ്സിംഗ് റൂമിൽ വരുന്ന വീഡിയോസ് ഒന്നും കണ്ടില്ല. എല്ലാവരും ഒരു ആറ്റിറ്റ്യൂഡ്. വേൾഡ് കപ്പിന്റെ അടുത്തുകൂടെ പോകുമ്പോൾ മെസ്സി തല അയച്ചിട്ടാണ് പോണത്. അതായത് ഒരു ഫുട്ബോൾ ഇത്രയും വലിയ ഇതിഹാസമായ ലയണൽ മെസ്സി ഓൾറെഡി ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്ത് ഇതൊരു ബോണസ് ആണെന്ന് അറിഞ്ഞ് കളിക്കുന്ന ഒരു താരമാണ് മെസ്സി. ആ മെസ്സി വേൾഡ് കപ്പിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ തല താഴ്ത്തിട്ട് പോണത് കളിന് മുമ്പ്. എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അർജന്റീനയെ തോൽപ്പിക്കാൻ വേണ്ടി പലരും പല കളി കളിച്ചിട്ടുണ്ട്. ഇത് സ്പെയിന് ചിലപ്പോൾ അറിയില്ലായിരിക്കും. സ്പെയിൻ കളിച്ചത് ഡൊമിനേഷൻ, നല്ല ഫുട്ബോളാണ്. സ്പെയിൻ അത് അറിയിക്കുന്ന കപ്പാണ്. അതായത് സ്പെയിൻ ആ കളിച്ച കളിയിൽ, അർജന്റീനയോട് കളിച്ച കളിയിൽ സ്പെയിൻ 100% ഈ വേൾഡ് കപ്പ് അർഹിക്കുന്നുണ്ട്. അവർ ഡൊമിനേറ്റ് ചെയ്ത് കളിച്ചു, ഒന്നും അർജന്റീന ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ചെയ്യാൻ പറ്റായിട്ടല്ല, ചെയ്യണ്ടെന്ന് പറഞ്ഞതാണെങ്കിലോ. ഒരു വേൾഡ് കപ്പ് ഫൈനലാണിത്. ഇങ്ങനെ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ കണ്ട ഓരോ ആളുകൾക്കും അറിയാം ഫ്രാൻസും അർജന്റീനയും ഫൈനലിൽ എന്തായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും 3 ഗോളുകൾ അടിച്ചു. അത് 3 ഗോൾ മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഷോട്ട് ഓൺ ടാർഗറ്റ് എത്ര അടി പോയി, എത്ര അറ്റാക്കിങ് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് സ്പെയിൻ ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. പന്ത് കൈവശം വെക്കാൻ അർജന്റീനക്ക് നല്ലോണം അറിയാം. പൊസിഷൻ ഗെയിം കളിക്കാൻ അർജന്റീനക്ക് അറിയണ പോലെ വേറെ ഒരു ടീമിനും അറിയില്ല. സ്പെയിനും ഓക്കെയാണ്. അതായത് സ്പെയിനും അർജന്റീനയും ഒരേ ലെവൽ പ്ലേ ആണ്. അതായത് ഗ്രഗൻ പ്രസിംഗ് ഉപയോഗിച്ച് മിസ്സായ പന്ത് റിക്കവർ ചെയ്യുക, പെട്ടെന്ന് റിക്കവർ ചെയ്തിട്ട് വീണ്ടും അറ്റാക്കിലേക്ക് പോകുക. അറ്റാക്കിംഗ് അല്ല, ഡിഫൻസിലേക്ക് മാക്സിമം വലിച്ച് അവരുടെ പ്ലേയേഴ്സ് മുഴുവൻ ഇവിടെ എത്തുമ്പോൾ ഒറ്റയടിക്ക് കൗണ്ടർ പോകുന്ന ഒരു സ്റ്റൈലാണ് അർജന്റീനക്ക്. സ്പെയിൻ ആണെങ്കിലും ഇതേപോലെ പെട്ടെന്ന് പന്ത് റിക്കവർ ചെയ്ത് പാസ് ചെയ്ത് നല്ല നല്ല പാസുകളിലൂടെ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ഒരുപാട് ഗോളൊന്നും അടിക്കൂല, 1-2 ഗോൾ ജയിക്കുന്ന ടീമുകളാണ് ഈ സ്പെയിനും അർജന്റീനയും. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെ ഈ വേൾഡ് കപ്പ് ഫൈനലിൽ വരെ ഇത്രയും നല്ല കളി കളിച്ച 8 ഗോൾ അടിച്ച മെസ്സി, 4 അസിസ്റ്റ് അടിച്ച മെസ്സി, അതായത് ലൗതാറോ മാർട്ടിനസ് എന്തുകൊണ്ട് ഇറങ്ങിയില്ല? ഇനി കുറച്ച് ഇത് ഞാൻ പറയാട്ടോ. അതായത് എന്തൊക്കെയാണ് ഇത് തോന്നിക്കാനുള്ള കാരണങ്ങൾ. ഒന്ന്, ലയണൽ സ്കലിന്റെ ടാറ്റിക്സ്. അതായത് ഫസ്റ്റ് 11-ൽ ഈ നിക്കോളാസ്
ഗോൺസാലസ് ഇതുവരെ വന്നിട്ടില്ല വേൾഡ് കപ്പിൽ, പക്ഷെ വന്നു. ജോർദാനിലെ കളിക്കെതിരെ ഉണ്ടാവും, അത് പറ്റില്ല. ഇത് ഒരു ഒഫീഷ്യൽ മാച്ചിൽ, അതായത് ജോർദാനിലെ കളിക്ക് ഓൾറെഡി നമ്മൾ കയറി കഴിഞ്ഞു, അപ്പോൾ പിന്നെ എല്ലാവരും സെക്കൻഡ് ടീം പ്ലേയേഴ്സ് ആയിരുന്നു. പക്ഷേ ഒരു നോക്കൗട്ട് ഫൈനൽസിൽ ഇതുവരെ നിക്കോളാസ് ഗോൺസാലസ് ടീമിൽ എത്തിയിട്ടുണ്ടായില്ല. പക്ഷെ അവന് ഫസ്റ്റ് ടൈമിൽ ഇറക്കി, കുഴപ്പമില്ല, അത് അറ്റാക്കിങ് ചിലപ്പം ഓക്കെയാണ്. പക്ഷെ ഒരു കൊളീഷനും ഒരു ടാക്കിളോ അത് ഡേഞ്ചറസ് ടാക്കിളോ നടത്താത്ത ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന അത്രയും ഒരു ഫിറ്റ്നസ് ഉള്ള പ്ലെയർ അവർക്ക് പരിക്ക് പറ്റി ഫസ്റ്റ് ഹാഫിൽ തന്നെ കയറി. ലിസാൻഡ്രോ മാർട്ടിനസ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ കയറി, എന്നാലും കയറി. ക്രിസ്ത്യൻ റൊമേറോ ഇഞ്ചുറി, ഒരു കൊളീഷനോ ഒന്നുമില്ല, ഇഞ്ചുറി ആയി കയറി. അതാണ് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഡിഫൻസ് ആണ് സ്പെയിൻ ടീം അർജന്റീന ടീം. കുബാർസി, ലെപ്പോർട്ടെ, ലിസാൻഡ്രോ മാർട്ടിനസ്, റൊമേറോ, രണ്ട് ഡിഫൻസും കൂളായിട്ട് ഏത് അറ്റാക്കിങ്ങിനെയും മറികടക്കുന്ന ടീമാണ്. അതായത് ഗോൾ വരെ അടിക്കും. ഈ കുബാർസി ആണെങ്കിലും ലെപ്പോർട്ടെ ആണെങ്കിലും ഗോൾ അടിക്കലില്ല, പക്ഷെ അറ്റാക്കിങ്ങിന് ഉപകാരമുണ്ട്. പക്ഷെ ക്രിസ്റ്റ്യൻ റൊമേറോ ഈ വേൾഡ് കപ്പിൽ ഒരു ഗോളും ഒരു ഓൺ ഗോളിന്, അതായത് അടിച്ച ഗോൾ ഓൺ ഗോളായി മാറിയ 2 ഗോള് ഓൾമോസ്റ്റ് ക്രിസ്റ്റ്യൻ റൊമേറോ അടിച്ചിട്ടുണ്ട്. ലിസാൻഡ്രോ മാർട്ടിനസ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, കേപ്പ് വെർദക്കെതിരെ 2ാം ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 പ്ലേയേഴ്സ് കയറിയാൽ അർജന്റീന ഡിഫൻസ് പൊട്ടും. പക്ഷെ അവിടേക്ക് എത്തിയത് നിക്കോളാസ് ഒട്ടമെൻഡിയാണ്, പിന്നെ സെനസിയാണ്. സെനസി ഒന്നും ഇതുവരെ വേൾഡ് കപ്പ് ഫൈനലിൽ ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ആദ്യമായി ഡിബറ്റ് മാച്ച് ഇറക്കുന്ന സെനസിയെ സെന്റർ ബാക്കിൽ കൊണ്ടുവരുമോ? അതേപോലെ വേൾഡ് കപ്പ് ഫൈനലിൽ സിമിയോണി എന്താ ചെയ്തത്? ഈ സിമിയോണിനെ അവിടെ ഇറക്കേണ്ട ആവശ്യമുണ്ടോ? മെസ്സിന്റെ പൊസിഷനിൽ RMF ആയിട്ട് ഇറക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ലൗട്ടാറോ മാർട്ടിനസിൽ വരേണ്ടത്. അതായത് എല്ലാ മത്സരം കണ്ടറിയാം, ലൗട്ടാറോ മാർട്ടിനസും ഹൂലിയൻ അൽവാറസുമാണ് അർജന്റീനയ്ക്ക് വേണ്ടി അവസാനം വന്നിട്ട് കളിച്ച് ഗോൾ നേടി ജയിക്കുക. പക്ഷെ എന്തുകൊണ്ട് ലൗട്ടാറോ മാർട്ടിനസ് ഇറങ്ങിയില്ല? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ എല്ലാ കളിക്കും എത്തുന്ന മെസ്സിയുടെ കുടുംബം, ആന്റണല്ല, അതേപോലെ തിയാഗോ, മത്തിയോ, സീറോ, 3 പേരെയും എല്ലാ കളിക്കും കൊണ്ടുവരാറുണ്ട്. ഇത് ഫൈനലിൽ പോലെ മത്സരത്തിന് അവർ എത്തിയിട്ടില്ല. അപ്പൊ അവർക്കൊക്കെ എന്തോ അറിയുന്ന പോലെയാണ്, അതായത് എല്ലാവർക്കും എന്തോ ഒന്ന് അറിയുന്ന പോലെയാണ് സംഭവം നടന്നിട്ടുള്ളത്. അതേപോലെ ഡേഗോ സിമിയോണെ, അതായത് സിമിയോണിന്റെ അച്ഛൻ, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കോച്ചായ അർജന്റീൻ പ്ലെയർ ആയിരുന്ന ഡേഗോ സിമിയോണെ ഈ മത്സരത്തിൽ എത്തിയിട്ടില്ല. മറ്റേ എല്ലാ മത്സരത്തിലും അദ്ദേഹം സ്റ്റേഡിയത്തിൽ ഉണ്ടാവും. ഓരോ ഗോൾ ഇടുമ്പോഴും സെലിബ്രേഷനും ഓരോ ടെൻഷൻ കാണിക്കും. എല്ലാ മത്സരത്തിലും ഒരു 5-6 വട്ടം മൂപ്പരെ ക്യാമറ കാണിക്കും, പക്ഷെ കാണിച്ചിട്ടില്ല. ഓക്കെ. അതേപോലെ അടുത്തത് നമ്മുടെ സ്കെലോനിന്റെ മത്സരം നടക്കുമ്പോൾ ആരെങ്കിലും കണ്ടോ? അതായത് അദ്ദേഹത്തിന്റെ മുഖത്തിൽ ടെൻഷനോ ഒന്നും ആരും എവിടെയും, മറ്റേത് എപ്പോഴെങ്കിലും ഒരു ഗോൾ വാങ്ങുമ്പോഴോ അറ്റാക്ക് വരുമ്പോഴോ ആ സ്കെലോനിന്റെ ഒരു ടെൻഷനോ മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കാണിച്ച് ക്യാമറമാനൊക്കെ എടുത്ത് കാണിക്കാറുണ്ട്. അത് മാത്രമല്ല, മത്സരശേഷം സ്കെലോനി വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് സോറി പറഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ? അതായത് ഇത്രയും ഒരു വേൾഡ് കപ്പ് ഉണ്ട്, ഒരു 2 കോപ്പ അമേരിക്ക, ഒരു ഫൈനലിസ്മ, അപ്പൊ സോറി പറഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ? ആൾക്കറിയാം. അതായത് മെസ്സി മത്സരത്തിന് മുമ്പ് പ്ലേയേഴ്സിന് പറയാണ്, അതായത് പ്രശ്നമൊന്നുമില്ല, നമുക്കെല്ലാം മറക്കാം, നമ്മുടെ ഇതുവരെ സംഭവിച്ചൊക്കെ മറക്കാം, നമുക്ക് ഇനി ഈ മത്സരം ഫോക്കസ് ചെയ്യാം. അതായത് എൻസോ ഫെർണാണ്ടസ് കരയാണ്. ഓക്കെ. പിന്നെ എമിലിയാനോ മാർട്ടിനസിന്റെ മുഖം പോരാ, ഇതില്ല. ലിസാൻഡ്രോ മാർട്ടിനസും കരഞ്ഞു നിൽക്കുന്ന പോലെ, മെസ്സി വരെ കരഞ്ഞു വരുന്ന പോലെയാണ് ആ ഒരു ഫേസ് കാണുമ്പോൾ. അപ്പോൾ ഇത്രയും കോൺഫിഡൻസും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടും ഇത്രയും കണക്ഷനുള്ള ടീം പ്ലേയേഴ്സ് എന്തിന് മത്സരത്തിന് മുമ്പ് കരയും? പ്രഷർ കൊണ്ടൊന്നും കരയില്ല. അർജന്റീന അങ്ങനെ ഒരു ടീമല്ല. പിന്നെ അർജന്റീനയുടെ മത്സരം കണ്ട ഓരോരുത്തർക്കും അറിയാം, ഇതല്ല അർജന്റീന ഒരു അറ്റാക്കിങ്ങിന് പോലും മുതിർന്നിട്ടില്ല. അവസാനം ഒരു ഗോൾ ട്രൈ അയച്ചാൽ ഒരു അറ്റാക്കിങ്, ഇനിയിപ്പോൾ ഗോൾ അടിക്കണം എന്നൊന്നും ചിന്ത വന്നത്, അതുവരെ ഗോൾ അടിക്കരുതെന്നാരോ പറഞ്ഞു വെച്ച പോലെ. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട്. ഇതിനൊന്നും ഉത്തരം കേട്ടെടുത്തിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യാനും പറ്റില്ല, കാരണം എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഈ 2002 വേൾഡ് കപ്പ് റിഗ്ഡ് ആണെന്ന് പറയുന്നവർ ഉണ്ടാവും, പക്ഷെ അതും നല്ലൊരു മത്സരമായിരുന്നു. ഫ്രാൻസ് 3-3, അതായത് ആ മത്സരം കണ്ട എല്ലാവർക്കും ഒരു തരത്തിലുള്ള സംശയങ്ങളുമില്ല. പക്ഷെ ഈ മത്സരം കണ്ട ഒരാൾക്കും സംശയം വരാതെ പോയിട്ടില്ല. എന്ത് പറ്റി അർജന്റീനയോട് ആര് പറഞ്ഞു ഇങ്ങനെ കളിക്കരുത് എന്നുള്ളത്? അതായത് എന്തുകൊണ്ട് അവരങ്ങനെ കളിച്ചത്? അതായത് ഇതുവരെ കാണാത്ത ടാറ്റിക്സും ഇതുവരെ കാണാത്ത അറ്റാക്കിംഗ് ഇല്ലായ്മ. മെസ്സിയൊക്കെ ഒരു ബോൾ മെസ്സിക്ക് ഗോൾ അടിക്കാൻ കിട്ടി ഫസ്റ്റ് തന്നെ, പക്ഷെ മെസ്സി ആ ബോളിന് എത്തുമ്പോൾ ഉനൈസിമ വരുന്നിടം മെസ്സി മാറിക്കൊടുത്തു. ഈസി ആയി ട്രിപ്പിൾ ചെയ്ത് ഗോൾ അടിക്കുന്ന പ്ലെയറാണ് മെസ്സി. അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ഗോൾ കണ്ടിട്ടുണ്ട്, പക്ഷെ മെസ്സി അടിച്ചില്ല, വേണ്ടെന്ന് വെച്ചു. പിന്നെ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മത്സരം, അർജന്റീന മത്സരം. ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് നിങ്ങൾ പറയാം. അതായത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഇതായിരുന്നു എൻ്റെ സംശയങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്, ഞാനൊന്നും ഡീറ്റെയിൽ പറയുന്നില്ല, ലെങ്ത് കൂടുന്നല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. സത്യങ്ങൾ പുറത്തു വരും ഒരു ദിവസം. പിന്നെ
നവംബറിൽ ഫൈനലിസ്റ്റ് വരുന്നുണ്ട്, അർജന്റീന സ്പെയിന്. അതിൽ കാണാം ഈ ഫിഫയുടെ വേൾഡ് കപ്പും ഫൈനലിസ്മ രണ്ടും നടത്തുന്നത് വേറെ ആളുകളാണ്. അപ്പോൾ അവിടെ ഈ വേൾഡ് കപ്പിന്റെ പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു ബാനർ ഉണ്ട് കേട്ടോ. ഇതിൽ മെയിനായിട്ട് പ്രശ്നം അർജന്റീന ഒരു ബാനർ കാണിച്ചു, അതായത് ഫേക്ക് ലാൻഡ്സ് ആർ അർജന്റൈൻസ് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് തുടർന്നിട്ട് ലിസാൻഡ്രോ മാർട്ടിനസിനെയും ക്രിസ്ത്യൻ റൊമേറോയും അതേപോലെ ഈ ഇംഗ്ലീഷ് ഇനി അങ്ങോട്ട് യു കെക്ക് വിസ ക്യാൻസൽ ചെയ്ത് പറയുന്നുണ്ട്. യു കെ വിസ ക്യാൻസൽ ചെയ്ത് അതിൻ്റെ പ്രഷറിലെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഫൈനലിസ്മ നമ്മൾ തെളിയിക്കും. അർജന്റീന വേൾഡ് കപ്പ് ഫൈനലിൽ കളിക്കാതിരുന്നതാണോ അതോ സ്പെയിൻ്റെ കളി കൊണ്ട് തോറ്റു പോയതാണെന്നുള്ളത് ഫൈനലിസ്മ നവംബറിലുണ്ട്, അന്ന് കാണാം.